നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സ് ഇൻ എ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം. ഇപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്തായിരിക്കും, അതൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിരിക്കും. റൊട്ടേഷൻ നമ്മൾ എവിടെ കിട്ടാലും അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ അതൊരു നോൺ ഇനേർഷ്യൽ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ ചിത്രം നിങ്ങൾക്ക് കാണാം, എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് എന്നൊരു ഫ്രെയിം, ഈ ഫ്രെയിമിനെ ഞാൻ എസ് എന്ന് വിളിച്ചു. ഇത് ഇനേർഷ്യൽ ആണ്, ഇതൊരു ഇനേർഷ്യൽ ഫ്രെയിമാണ്, ഇത് സ്റ്റാറ്റിക്കായി നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി മറ്റൊരു ഫ്രെയിം ഇവിടെ ഉണ്ട്, ഇതാണ് എസ് ഡാഷ് വൈ ഡാഷ്, അത് ഞാൻ പേര് കൊടുത്തു എസ് ഡാഷ്. ഈ എസ് ഡാഷ് എന്ന ഫ്രെയിം റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒറിജിനെ ആസ്പദമാക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന നേരത്തെ എന്തുണ്ടാവും, അതിന് ആംഗുലാർ വെലോസിറ്റി ഉണ്ടാവും. ആംഗുലാർ വെലോസിറ്റി ആണ് അവിടെ ചെയ്തിരിക്കുന്നത് ഒമേഗ. ഒമേഗ ഇസ് ദ ആംഗുലാർ വെലോസിറ്റി. ഇനി ആംഗുലാർ വെലോസിറ്റി ഉണ്ടാകുന്നിട്ട് നമുക്ക് ഒരാളോട് ഉണ്ട് ആര്, ലീനിയർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീനിയർ വെലോസിറ്റി എങ്ങനെ കാണാം, v = r ഒമേഗ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി ആണ് ഒമേഗ ക്രോസ് r, ആംഗുലാർ വെലോസിറ്റി, ലീനിയർ വെലോസിറ്റി. ഇനി ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എസ് എന്ന ഫ്രെയിമിൽ നോക്കുന്ന നേരത്തെ ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്, പൊസിഷൻ വെക്ടർ. ഇനി എസ് ഡാഷിൽ നിന്ന് നോക്കുന്ന നേരത്തെ എന്തായിരിക്കും, ഇവിടെ എസ് ഡാഷ് എന്ന് കൊടുത്തുകൊണ്ട് ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് വിളിക്കും, ആർ ഡാഷ് എന്ന് വിളിക്കും. ഇവിടെ ഇതുണ്ട്, സിൻസ് ബോത്ത് ഒറിജിൻസ് കോയിൻസൈഡ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ. ഇതിന്റെ ഈ രണ്ട് ഫ്രെയിമുകളിൽ എന്താണ്, സെയിം ഒറിജിൻ ഓയിൽ ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആറും ആർ ഡാഷും രണ്ട് ഫ്രെയിമും നോക്കുന്ന നേരത്തും പൊസിഷൻ വെക്ടർ എന്ത് തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും, ആർ ഡാഷ് ഇസ് ഈക്വൽ ടു ആർ. ഇനി നോക്കാം, ഈ പിയിലുള്ള ഒബ്ജക്റ്റ്, ഞാൻ പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഈ ഒബ്ജക്റ്റ് ഇനി മൂവ് ചെയ്യാൻ തുടങ്ങുകയായിരിക്കാം. അത് മൂവ് ചെയ്യണം. മൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ട്, ആ വെലോസിറ്റിയാണ് വി. ഈ വി വെലോസിറ്റി എന്ന് പറയുന്നത് എസ് എന്ന ഫ്രെയിം നോക്കുന്നതായിരുന്നു. നമ്മൾ ഈ സ്റ്റേഷനറി ആയിട്ടുള്ള എസ് എന്ന ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് ഈ പിയിലുള്ള ഒബ്ജക്റ്റിന് ഒരു വെലോസിറ്റി ഉണ്ട് വി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ഫ്രെയിം എന്താ, എസ് ഡാഷ്, അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഒരാൾ ഇങ്ങനെ നോക്കുകയാണ്, ആ ഒബ്ജക്റ്റിന്, ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന് നോക്കുകയാണ്. അപ്പൊ അതിന് വെലോസിറ്റി എന്തായിരിക്കും, അതാണ് നോക്കുന്നത്. ഞാനിവിടെ എഴുതാം, വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ് with respect to എസ് ഡാഷ്. എസ് എന്ന് നോക്കുന്നത് എങ്ങനെയാണ്, എസ് എന്ന് നോക്കുന്ന നേരത്ത് വി ആണ് വെലോസിറ്റി, എസ് ഡാഷിൽ എങ്ങനെയായിരിക്കും. അപ്പൊ നമുക്കറിയാം വെലോസിറ്റി അഡീഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് ഒമേഗ ക്രോസ് ആർ. ഒമേഗ ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രെയിമിന്റെ ലീനിയർ വെലോസിറ്റി ആണ് ഒമേഗ ക്രോസ് ആർ. വി എന്ന് പറയുന്നതോ എസ് എന്ന് നോക്കുമ്പോഴുള്ള വെലോസിറ്റി. അപ്പൊ വി ഡാഷ് കാണാൻ വി ഡാഷ് ഇസ് ഈക്വൽ ടു വി മൈനസ് ഒമേഗ ക്രോസ് ആർ. അപ്പോ ഇത് നമുക്ക് വിക്ക് ഒരു ഇക്വേഷൻ ആയിക്കൂടെ, വി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യാം, ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ വി ഇസ് ഈക്വൽ ടു വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഓക്കെ, ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു, ഇക്വേഷൻ 1. ഇനി എന്താണ് വി നോക്കാം. ഈ വെലോസിറ്റി വി എന്ന് പറയുന്നത് എന്താ, വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആരാണ്, ആർ ആണ് അല്ലേ. ഈ ആറ് ഈ പി മൂവ് ചെയ്യുന്ന സമയത്ത്, ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ, ഈ ആറ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഈ പൊസിഷൻ വെക്ടർ ആണ് എന്ത്, വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് വീനെ എന്താക്കി എഴുതാം, ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, ഇത് ഏത് ഫ്രെയിം നോക്കുന്ന നേരത്താണ്, എസ് എന്ന് നോക്കുന്ന നേരത്ത്. അപ്പൊ ഞാൻ എസ് എന്നിട്ട് കൊടുത്തു. ഇനി വി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ, റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിം, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രെയിം എന്ന് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് കാണുന്ന വെലോസിറ്റി. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്താം, ഡി ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ഡി ടി. ഏത് ഫ്രെയിമാണ്, റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണ്, അതെന്താ എടുത്ത് എക്സ് ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. കറക്റ്റ്. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനെ ഞാൻ ഓപ്പറേറ്റർ ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. ഇവിടെ ഈ ഇക്വേഷൻ ശരിക്കും ഇപ്പോൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പൊസിഷൻ വെക്ടർ ആറിലാണ്, ആറുകളിലാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്.
ഈ ആറിനെ മാറ്റി കഴിഞ്ഞാൽ എന്തായി, ഇതൊരു ഓപ്പറേറ്ററായി മാറി. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം നോക്കൂ, ഡി ബൈ ഡി ടി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഡി ബൈ ഡി ടി എസ് ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ്. ഇതിപ്പോ ഒരു ഓപ്പറേറ്റർ ആണ് അല്ലേ. അപ്പൊ ഇത് ആക്ട് ചെയ്തിരുന്നത് നേരത്തെ പൊസിഷൻ വെക്ടർ ആറിലാണ് ആക്ട് ചെയ്തത്. ഇനി ഞാൻ ഈ ഓപ്പറേറ്ററിനെ വെലോസിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്ക് എഴുതാം അപ്ലൈങ് this operator to velocity v. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു എന്താണ്, ആറിൽ നേരത്തെ ആറിൽ ആക്ട് ചെയ്തു, ഇവിടെയൊക്കെ ആറായിരുന്നു. ഈ ആർ ഡാഷ് എന്ന് പറയുന്ന ആർ തന്നെയാണ്, ആർ തന്നെയാണ്. ആർ ഡാഷ് ഈക്വൽ ആർ നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ എല്ലാ സ്ഥലത്തും ആറിൽ ആക്ട് ചെയ്യും. ഇനിയിപ്പോ എല്ലാ സ്ഥലത്തും എന്തിൽ ആക്ട് ചെയ്യാൻ പോവാണ്, വിയിൽ ആക്ട് ചെയ്യുമ്പോൾ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് വി ഏത് ഫ്രെയിം എസിൽ ഇസ് ഈക്വൽ ടു ടി ബൈ ഡി ടി ഓഫ് വി ഏത് ഫ്രെയിം എസ് ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് വി. ഓക്കെ, ഞാനിത് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഇക്വേഷൻ 1 നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഈ വി ഡാഷ് ഈ വിനെ നമ്മളിവിടെ കൊടുക്കാൻ പോകും. ഇവിടെ നമുക്ക് വി എന്ന് കിട്ടി അല്ലേ. ഈ വിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്, വി ഇസ് ഈക്വൽ ടു വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ ആണ്. അപ്പോൾ എന്തായി മാറും, ഞാൻ ആർ എച്ച് എസിൽ മാത്രം കൊടുക്കുന്നത്, എൽ എച്ച് എസിൽ അങ്ങനെ തന്നെ നിർത്തി ആർ എച്ച് എസിൽ മാത്രം കൊടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് എഴുതാം ഡി വി ബൈ ഡി ടി എക്സ് ഫ്രെയിം ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം ആരാണ്, ഈ വിക്ക് പകരം ഇതാ വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. കഴിഞ്ഞോ? ഇല്ല, ഇനി എവിടെയാണ്, പ്ലസ് അടുത്തതാ ഈ ടൈം ഒമേഗ ക്രോസ് വി. ഈ ഫ്രെയിം ഏതാന്ന് എഴുതണം, ഇത് എസ് ഡാഷ് ഫ്രെയിം ആണ്. ഒമേഗ ക്രോസ് വിക്ക് പകരം വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഓക്കെ, ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ ഒന്നിലധികം ടേംസ് ഉണ്ട്, നമുക്ക് ബ്രാക്കറ്റ് പൊളിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ സാവധാനം ചെയ്യാം. ടി വി ബൈ ഡി ടി ഓഫ് എസ് ഈക്വൽ ടു രണ്ട് ടേം, ആദ്യം വി ഡാഷിലേക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ വരും ടി ബൈ ഡി ടി ഓഫ് വി ഡാഷ് പ്ലസ് ഇത് ഏത് ഫ്രെയിമാണ്, എസ് ഡാഷ് ഫ്രെയിം, ഡി ബൈ ഡി ടി ഓഫ് ഒമേഗ ക്രോസ് ആർ ഫ്രെയിം. ഓക്കെ, പ്ലസ് ഇവിടെ നോക്കുക, ഒമേഗ ക്രോസ് രണ്ട് സ്ഥലത്തേക്ക് ക്രോസ് ചെയ്യണം. ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് വീണ്ടും ഒമേഗ ക്രോസ് ഒമേഗ ക്രോസ് ആർ, ഒമേഗ ക്രോസ് ആർ. ശരി, ഇനി വീണ്ടും ഇവിടെ രണ്ട് ടേം ഉണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യണം വീണ്ടും. ഓക്കെ, ഡി വി ബൈ ഡി ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി വി ഡാഷ് ബൈ ഡി ടി ഡാഷ് ഫ്രെയിം പ്ലസ് ഇവിടെ ശ്രദ്ധിച്ചേ, ആദ്യം ഞാൻ ഒമേഗനെ പുറത്തെടുത്തു. ഒമേഗ ക്രോസ് എന്താ, ഡി ആർ ബൈ ഡി ടി പ്ലസ് അടുത്ത് ആറിനെ നിർത്തുക, ആറിനെ കോൺസ്റ്റന്റ് ആക്കി എടുത്തിട്ട് ഒമേഗയിൽ ഡെറിവേറ്റീവ് ആണ്. ഡി ഒമേഗ ബൈ ഡി ടി ക്രോസ് ആർ. ഓക്കെ, എസ് ഡാഷ് ഫ്രെയിം ആണ്, എസ് ഡാഷ് ഫ്രെയിം പ്ലസ് ഇവിടെ ആയിരിക്കും ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. റെഡി. ഇനി
ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, ഡി ഒമേഗ ബൈ ഡി ടി. ഡി ഒമേഗ ബൈ ഡി ടി, ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ആണ്. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ആണ് ഒമേഗ. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആംഗുലർ വെലോസിറ്റിയിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ബൈ കോൺസ്റ്റന്റ് നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ കിട്ടുക? 0. അപ്പോൾ ഇവിടെ ഡി ഒമേഗ ബൈ ഡി ടി എന്തായി മാറും? 0 ആണ്. ഡി ഒമേഗ ബൈ ഡി ടി 0 ആണ്. അപ്പം എനിക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ഡി ഒമേഗ ബൈ ഡി ടി ഈക്വൽ ടു 0. ഓക്കെ. ഇനി വേറൊരാളുണ്ട് ഇവിടെ, ഡി ആർ ബൈ ഡി ടി. ആരാണ് ഡി ആർ ബൈ ഡി ടി? ഡി ആർ ബൈ ഡി ടി നമുക്കറിയാം, ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു വി. വെലോസിറ്റി ആണ്, പക്ഷെ ഏത് ഫ്രെയിം ആണ്? എസ് ഡാഷ് ഫ്രെയിം ആണ്. അപ്പൊ എന്താ? വി ഡാഷ്. ഡി ആർ ബൈ ഡി ടി വി ഡാഷ് ആയിരിക്കും. ഇനി ഈ രണ്ട് കാര്യങ്ങളെ ഈ വലിയ ഇക്വേഷനിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവസാനം നമുക്ക് എന്താ കിട്ടുക നോക്കാം. ഡി വി ബൈ ഡി ടി ഓഫ് എസ് ഈക്വൽ ടു, നോക്കാം ഇവിടെ ആരുണ്ട്? ഡി വി ഡാഷ് ബൈ ഡി ടി. അത് അങ്ങനെ തന്നെ എഴുതി, ഡി വി ഡാഷ് ബൈ ഡി ടി എസ് ഡാഷ് ഫ്രെയിം ആണ്, പ്ലസ് അടുത്ത ടേം നോക്കാം. അടുത്ത ടേം ഒമേഗ ക്രോസ് ഡി ആർ ബൈ ഡി ടി എസ് ഡാഷ് ഫ്രെയിം ആണ്. അപ്പോൾ ഇത് ആരായി മാറി? വി ഡാഷ് ആയി. അപ്പോൾ ഒമേഗ ക്രോസ് വി ഡാഷ്, ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് അടുത്ത ടേം. അടുത്ത ആരാ? അടുത്ത ടേം ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഈ ടേം 0 ആയി പോയിരിക്കുന്നു. അപ്പൊ ഈ ടേം ഇല്ല. ബാക്കി ആരല്ലേ? ഒമേഗ ക്രോസ് വി ഡാഷ്, ഒമേഗ ക്രോസ് ആണ്. ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഒമേഗ ക്രോസ് വി ഡാഷ് എന്താവും? 2 ഒമേഗ ക്രോസ് വി ഡാഷ്. dv by dt x is equal to dv dash by dt s dash frame plus ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്താവും? 2 into omega cross v dash എന്നായി അല്ലേ? 2 into omega cross v dash plus ബാക്കി ആരാ ഉള്ളത്? ബാക്കി ആരാണ്? ഒമേഗ ക്രോസ് ആർ. റെഡി. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഡി വി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ആരാണ്? ആക്സലറേഷൻ. ഏത് ഫ്രെയിം? എസ് ഫ്രെയിമിൽ. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഡി വൈ ബൈ ഡി ടിന് എന്ത് എഴുതാം? ആക്സലറേഷൻ എഴുതാം. ആക്സലറേഷൻ ഏത് ഫ്രെയിമിലാണ്? എസ് എന്ന ഫ്രെയിമിലാണ്. സാധാരണ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിമിൽ നോക്കുന്നൊക്കെ നമ്മൾ എ തന്നെ എടുക്കാം അല്ലേ? നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എടുത്തത് എ എന്നായിട്ടാണ് എടുത്തത് അല്ലേ? എ. അപ്പൊ അതിനെ എ എന്ന് വിളിച്ചു. ഇനി അടുത്ത് ഡി വി ഡാഷ് ബൈ ഡി ടി, വീണ്ടും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, പക്ഷെ വി ഡാഷ്. അപ്പോൾ ആക്സലറേഷൻ ആണ്. ഏത് ഫ്രെയിമിലത്തെ ആക്സലറേഷൻ ആണ്? എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിലെ ആക്സലറേഷൻ ആണ്. അപ്പൊ ആക്സലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ ഡാഷ് എന്ന് കൊടുക്കാം, കാരണം മൂവിങ് ഫ്രെയിം ആയതുകൊണ്ട്. ബാക്കി ആരാ? പ്ലസ് 2 ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഇവിടെ നോക്കാം, ഇവിടെ രണ്ട് ടേം ഉണ്ട്. 2 into ഒമേഗ ക്രോസ് വി ഡാഷ്, ഒമേഗ ക്രോസ് ആർ. ഇത് രണ്ടും എന്തായിരിക്കും? ആക്സലറേഷൻസ് ആണ്. ലെഫ്റ്റ് സൈഡ് ആക്സലറേഷൻ അല്ല, അപ്പൊ റൈറ്റ് സൈഡിൽ എല്ലാ ടേമും എന്തായിരിക്കണം? ആക്സലറേഷൻ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ആക്സലറേഷന് പേരുകളുണ്ട്. ഇവിടെ here 2 omega cross v dash. അത് ഞാൻ ഈ ക്വസ്റ്റൻ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതാം, എന്നിട്ട് ഇതിലേക്ക് വരാം. എ ഡാഷ് എന്താണ്? എ ഡാഷ് ഇസ് ഈക്വൽ ടു, നമുക്ക് കാണേണ്ടതും റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നോക്കുന്ന നേരത്തെ എങ്ങനെയാണോ നോക്കുന്നത്? റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന നേരത്ത് അതിന്റെ പ്രത്യേകതയാണ് നോക്കുന്നത്. അപ്പൊ എ ഡാഷ് ആണ് നോക്കുന്നത്. അപ്പൊ എ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ? എ ഡാഷിന്റെ ക്വസ്റ്റൻ പറഞ്ഞേ.
എ ഡാഷിനെ ഞാൻ അങ്ങോട്ട് എടുത്തു. അപ്പൊ ആരാ എ ഡാഷിനെ ഇവിടെ നിർത്തുന്ന നേരത്ത് ഇത്ര ആൾക്കാർ ഇങ്ങോട്ട് പോകും. അപ്പോൾ മൈനസ് ആവും. അപ്പോൾ എ മൈനസ് ഫസ്റ്റ് ടേം 2 ഒമേഗ ക്രോസ് വി ഡാഷ് മൈനസ് ഒമേഗ ക്രോസ് ആർ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു നേരത്തെ ഈ രണ്ട് ടേം എന്തായിരിക്കണം ആക്സലേഷൻ ആണ്. അപ്പൊ ഇതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. അതെന്താ അറിയാം? ഹിയർ minus 2 omega cross v dash is called Coriolis acceleration. ഇതിനെ കൊറിയോളിസ് ആക്സലേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അടുത്ത ആക്സലേഷൻ ആരാണ്? ഇതിനെ വിളിക്കുന്ന പേര് മൈനസ് ഒമേഗ ക്രോസ് ആർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഈസ് കോൾഡ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. അപ്പൊ നമുക്ക് പുതിയ രണ്ട് ആക്സലറേഷൻ കിട്ടി. ആരൊക്കെയാണ്? കൊറിയോളിസ് ആക്സലറേഷനും അതേപോലെ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷനും. അപ്പൊ ഇപ്പൊ നമുക്ക് ആക്സലറേഷൻ മാത്രമേ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടി? ഫോഴ്സ്. ആക്സലറേഷൻ കഴിഞ്ഞാൽ അടുത്ത ആരാണ്? ഫോഴ്സ്. അപ്പൊ ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഒന്ന് നോക്കുന്ന സമയത്ത് ഈ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അതിന് എത്ര ഫോഴ്സ് ഉണ്ടാവും അതാണ്. അപ്പോൾ ഫോഴ്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് acting on the object with respect to എസ് ഡാഷ് ഫ്രെയിം. റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിം നോക്കുന്ന എത്ര ഫോഴ്സ്. ഇപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിം നോക്കുന്ന ആക്സലറേഷൻ നമ്മൾ നേരത്തെ കണ്ടു. എ ഡാഷ് ഇസ് ഈക്വൽ ടു എ മൈനസ് 2 ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പോൾ ഇനി ഫോഴ്സ് കാണാം. ഫോഴ്സ് കാണുന്ന നേരത്ത് മാസ്, ഈ ഒബ്ജക്റ്റിന്റെ മാസ് ഉണ്ടായിരിക്കും. if small m is the mass of the object, if m is the mass of the object, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. അപ്പൊ നമുക്ക് എഴുതാം m ഇൻറ്റു എ ഡാഷ് ഈക്വൽ ടു m ഇൻറ്റു a minus 2 omega cross v dash plus omega cross r. Okay, is equal to ma 2m omega cross v dash plus 2 into omega, sorry, m into omega cross r. Okay, ma dash. So ma dash എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഡാഷ് റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് നോക്കുമ്പോഴുള്ള ഫോഴ്സ്, മാസ് ഇൻറ്റു ആക്സലറേഷൻ ma dash. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എഫ് ഡാഷ് എന്ന് വിളിക്കും. ഇതാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു എസ് ഡാഷ് ഫ്രെയിം. ഇതാണ് എഫ് ഡാഷ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സ് തന്നെയാണ്. ഏത് ഫ്രെയിം നോക്കുന്നത്? ഇനേർഷ്യൽ ഫ്രെയിം, റെസ്റ്റിലിരിക്കുന്ന ഫ്രെയിം നോക്കുന്നുള്ള ഫോഴ്സ്. അതിന് നമ്മൾ നേരത്തെ ആക്സലറേഷൻ എ എന്നിട്ടു. അപ്പൊ നമ്മൾ ഫോഴ്സിന് എന്തായിരിക്കും? ജസ്റ്റ് എഫ് എന്നിടും. എഫ് മൈനസ് 2m ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് m ഇൻറ്റു ഒമേഗ ക്രോസ് സോറി, ഒരു വരുത്തിട്ടുണ്ട് ഇവിടെ. മൈനസ് ആണ്. ഓക്കെ, മൈനസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു എ മൈനസ് 2 ഒമേഗ ഇൻറ്റു വി ഡാഷ് മൈനസ് ഒമേഗ ക്രോസ് ആർ ആണ്. അറിയാതെ പ്ലസ് ഇട്ടു, ഇതാണ് മൈനസ് ആണ്. ഓക്കെ, ഒമേഗ ക്രോസ് ആർ കിട്ടി. ഇനി
ഇവിടെ എക്സ്ട്രാ 2 ഫോഴ്സുകൾ ആയി. ഇതാ 2m ഒമേഗ ക്രോസ് വി ഡാഷ് ഒരു ഫോഴ്സ്, ഇവിടെ -m ഒമേഗ ക്രോസ് ആർ. അപ്പോൾ ഇത് ഈ എസ് ഡാഷ് ഫ്രെയിം എന്നുള്ള ഫോഴ്സും എസ് എന്ന ഫ്രെയിമുള്ള ഫോഴ്സും കൂടാതെ 2 ഫോഴ്സ് എക്സ്ട്രാ. അപ്പോൾ ഇതെന്തായിരുന്നു നമുക്കറിയാം, -2 ഒമേഗ ക്രോസ് വി ഡാഷ് എന്ന് പറഞ്ഞാൽ കൊറിയോളിസ് ആക്സലറേഷൻ ആയിരുന്നു അല്ലേ. അപ്പൊ ഇതെന്തായിരിക്കും, മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിരിക്കും, കൊറിയോളിസ് ഫോഴ്സ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് ഈ ഫോഴ്സ് കൊറിയോളിസ് ഫോഴ്സ് പ്ലസ് ഇതെന്ത് ഫോഴ്സ് ആയിരുന്നു, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊറിയോളിസ് ഫോഴ്സ് പ്ലസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് നോക്കുമ്പോഴുള്ള ഫോഴ്സ്. അവിടെ ഇനേർഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സിനെ കൂടാതെ 2 ഫോഴ്സും കൂടെ കാണും. ആ 2 ഫോഴ്സുകളാണ് ആര്, ഒന്ന് കൊറിയോളിസ് ഫോഴ്സും മറ്റൊന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും. ഇനി ഇതിനെ എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, എന്താണ് കൊറിയോളിസ് ഫോഴ്സ്, എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാം? അപ്പൊ ഇത് 2 ഫിറ്റീഷ്യസ് ഫോഴ്സ് ആണ്. നമുക്കറിയാം റൊട്ടേറ്റിംഗ് ഫ്രെയിമിലുള്ള ആളാണ് ആര്, ഫിറ്റീഷ്യസ് ഫോഴ്സ്. അതായത് ഫ്രെയിമിന്റെ ആക്സലറേഷൻ കാരണം ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് ഫിറ്റീഷ്യസ് ഫോഴ്സ്. അപ്പൊ നമ്മൾ സാധാരണ ഫോഴ്സ് എങ്ങനെ എഴുതാം, ഒരു നോൺ ഇനീഷ്യൽ ഫ്രെയിമിലുള്ള ഫോഴ്സ് നമ്മൾ എഴുതാം എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് F0 എന്ന് എഴുതാം അല്ലെ. F0 എന്തായിരുന്നു, F0 is equal to fictitious force. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടെന്താ, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 2 ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. വീണ്ടും മൈനസ്. അപ്പോൾ ഈ 2 ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ 2 ഇക്വേഷൻ ഇതാണ് നമ്മൾ സാധാരണ എഴുതുന്ന നോൺ ഇനീഷ്യൽ ഫ്രെയിമിലെ ഫോഴ്സിന്റെ ഇക്വേഷൻ എഫ് ഡാഷ് ഇസിക്വൽ ടു എഫ് പ്ലസ് F0. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ, എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 2m ഒമേഗ ഇൻറ്റു വി ഡാഷ് മൈനസ് m ഇൻറ്റു ഒമേഗ ക്രോസ് ആർ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്താണ്, ഫിറ്റീഷ്യസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഫിറ്റീഷ്യസ് ഫോഴ്സിനെ നമുക്ക് എന്ത് ചെയ്താം, ഫിറ്റീഷ്യസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു Coriolis force plus centrifugal force. ഓക്കെ, അപ്പോൾ കൊറിയോളിസ് ഫോഴ്സും അതേപോലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും രണ്ടും എന്തുതന്നെയാണ്, ഫിറ്റീഷ്യസ് ഫോഴ്സുകളാണ്. ഇനി എങ്ങനെയാണ് അത് നമ്മളെ ഡിഫറൻസ്, അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? ഇറ്റ് ഈസ് എ ഫിറ്റീഷ്യസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എ നോൺ ഇനേർഷ്യൽ റൊട്ടേറ്റിംഗ് ഫ്രെയിം. അതായത് പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കും. പാർട്ടിക്കിൾ റെസ്റ്റിലാവുന്ന സമയത്ത് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിനെ സംബന്ധിച്ചിട്ടുള്ള ഫോഴ്സ്, അതാണ് എന്ത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇറ്റ് ഈസ് എ ഫിറ്റീഷ്യസ് ഫോഴ്സ്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് എ ഫിറ്റീഷ്യസ് ഫോഴ്സ്. പാർട്ടിക്കിൾ എപ്പോഴായിരിക്കണം, റെസ്റ്റിലായിരിക്കണം. ആരെ വെച്ച് നോക്കുന്ന നേരത്ത്, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിനെ വെച്ച് നോക്കുന്ന നേരത്ത് പാർട്ടിക്കിൾ റെസ്റ്റിലായിരിക്കണം. അപ്പോൾ അടുത്ത ആരാണ്, കൊറിയോളിസ് ഫോഴ്സ്. കൊറിയോളിസ് ഫോഴ്സ് എന്തായിരിക്കും, അതും എന്തിനാണ്, ഫിറ്റീഷ്യസ് ഫോഴ്സ് ആണ്. അപ്പൊ ഇറ്റ് ഈസ് എ ഫിറ്റീഷ്യസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ പാർട്ടിക്കിൾ ഇൻ മോഷൻ ഇൻ നോൺ ഇനേർഷ്യൽ റൊട്ടേറ്റിംഗ് ഫ്രെയിം. പാർട്ടിക്കിൾ മോഷനിലായിരിക്കും. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിനെ വെച്ച് നോക്കുന്ന സമയത്ത് പാർട്ടിക്കിൾ മോഷനിലാണെങ്കിൽ അതിലുള്ള ഫിറ്റീഷ്യസ് ഫോഴ്സ് ആണ് എന്ത്, കൊറിയോളിസ് ഫോഴ്സ്. അപ്പൊ ഇത്രയാണ് നമ്മൾ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിനെ കുറിച്ച് പഠിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഫോക്കോൾസ് പെൻഡുലം. എന്താണ് ഫോക്കോൾസ് പെൻഡുലം? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതി കൊടുത്തിട്ടുണ്ട്, ഡിഫൈൻ ദി ഫോക്കോൾസ് പെൻഡുലം.
ഡെഫിനിഷൻ ഒന്ന് വായിക്കാം എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു വെരിഫൈ എർത്ത് ഈസ് എ റൊട്ടേറ്റിംഗ് ഫ്രെയിം which rotates 360 degree about its own axis in 24 hours. A Coriolis force is acting on horizontally moving bodies on Earth, which was experimentally demonstrated by Foucault's using Foucault's pendulum. അതായത് എർത്ത് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ് വെരിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഫോക്കോൾട്സ് പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എർത്ത് എന്താ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുന്ന നേരത്തെ എത്ര സമയം എടുക്കും? എർത്ത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ ഒരു ദിവസം എടുക്കുക, 24 hours. അപ്പോൾ ഈ ഒരു റൊട്ടേഷന് ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 hours ആണ്. എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു? 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണ് എന്ന് ആദ്യമായിട്ട് വെരിഫൈ ചെയ്ത് ഫോക്കോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതിന് ഈ പെൻഡുലത്തിന് പേര് വന്നു ഫോക്കോൾസ് പെൻഡുലം. ഇനി ഇതിൽ മറ്റൊരു കാര്യം, ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഈ പെൻഡുലം നമ്മൾ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നത് വിചാരിക്കാം. ഓസിലേറ്റ് ചെയ്യുന്ന അവിടെ ആയിരിക്കും. അപ്പോൾ ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കാണണം. അപ്പോൾ ഇവിടെ നോക്കാം. ലെറ്റ് phi be the latitude, let phi be the latitude, and omega is the angular velocity of Earth. Phi എന്ന് പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡിൽ ആംഗിൾ, ഒമേഗ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു ഓസിലേഷൻ നമ്മൾ ഈ ഒരു ഫോക്കോൾ പെൻഡുലം നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെച്ച് നിർത്ത് എന്താവും? ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഓസിലേറ്റ് ചെയ്യുന്ന നേരത്തെ അതിൻ്റെ ടൈം പീരീഡ് എത്രയായിരിക്കും? അതാണ് നോക്കുന്നത്. സോ നമുക്ക് എഴുതാം, the time of one oscillation of the plane t is equal to 2 pi by omega sin phi. അതായത് ആംഗുലർ വെലോസിറ്റിക്ക് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ഒന്ന് ഒമേഗ കോസ് ഫൈയും ഒന്ന് ഒമേഗ സൈൻ ഫൈയും. ഒമേഗ കോസ് ഫൈക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് ഇല്ല. ഒമേഗ സൈൻ ഫൈ ആണ് ഇതിന് കാരണമാവും, ഓസിലേഷൻ കാരണം. അപ്പോൾ ടി സിക്കൽ ടു 2 pi. അപ്പോൾ നമുക്ക് ഇതാ 2 pi by ഒമേഗ 1 by സൈൻ ഫൈ. എന്താണ് 2 pi by ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റൊട്ടേഷനാണ്. 2 pi by ഒമേഗ എന്താണ്? ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ഓഫ് എപ്പം എർത്ത് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം പീരീഡ് ആണ് 2 pi by ഒമേഗ. അത് എത്രയാണെന്ന് നമുക്കറിയാം. 2 pi by ഒമേഗ is 24 hours. 24 divided by sin 5. 24 ഞാൻ അവറിലെടുത്ത്. അപ്പോൾ ഈ ഓസിലേഷൻ്റെ ഈ ടൈം പീരീഡ് എന്തിൽ തന്നെ ആയിരിക്കണം? ഹവേഴ്സിലായിരിക്കണം. ഹവേഴ്സ്. സോ ദിസ് ഈസ് ദ ടൈം പീരീഡ് ഓഫ് ഫോക്കോൾ പെൻഡുലം. ഒരു പ്ലെയിനിൽ ഓസിലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ് എത്രയാണെന്നുള്ള ഇൻഡിക്കേഷനാണ് ടി സിക്കൽ ടു 24 divided by sin 5. ഫൈ എന്താണ്? ഫൈ നമ്മൾ പറഞ്ഞു, ഫൈ ഇസ് ദ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇതാണ് ഫോക്കോൾട്സ് പെൻഡുലത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്.